മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാർ അപമാനിച്ചുവെന്ന് രാഹുൽ ഗാന്ധി. സംസ്കാരത്തിനും സ്മാരകത്തിനുമായി പ്രത്യേക സ്ഥലം അനുവദിക്കണമായിരുന്നു. കേന്ദ്ര സർക്കാർ ബഹുമാനം കാണിച്ചില്ലെന്നും മുൻ പ്രധാനമന്ത്രിമാർക്കെല്ലാം അന്ത്യകർമ്മങ്ങൾക്കായി പ്രത്യേക സ്ഥലം അനുവദിച്ചിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, അന്തരിച്ച മൻമോഹൻ സിംഗിന് സ്മാരകമൊരുക്കുന്നതിന് പ്രത്യേക സ്ഥലം അനുവദിക്കാത്തതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധമുയർത്തുകയാണോ? ദിവ്യ, ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നിഗംബോഗഡിലെ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മൻമോഹൻ സിംഗിന് സംസ്കാരത്തിനും അതുപോലെ തന്നെ സ്മാരകത്തിനുമായി പ്രത്യേക സ്ഥലം വേണമെന്ന് കോൺഗ്രസ് ആവശ്യമുയർത്തിയിരുന്നു. ഈ ആവശ്യം പക്ഷേ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. പിന്നീട് ഒരു ട്രസ്റ്റ് അടക്കം രൂപീകരിച്ച് ഇതിൽ തീരുമാനമുണ്ടാക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. പക്ഷേ ഇത് മൻമോഹൻ സിംഗിനെ അപമാനിക്കുന്ന നടപടിയാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ ആദരവ് അർഹിക്കുന്നു. സംസ്കാരത്തിനും സ്മാരകത്തിനുമായി ഒരേ സ്ഥലം തന്നെ, അതായത് പ്രത്യേക സ്ഥലം, രാജ്ഘട്ടിനോട് അടുത്ത ഒരു സ്ഥലം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത്. ഇത് സർക്കാർ അനുവദിച്ചില്ല. സർക്കാർ ബഹുമാനം കാണിക്കണമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിമാർക്കെല്ലാം ഇത്തരത്തിൽ പ്രത്യേക സ്ഥലം അനുവദിച്ചിരുന്നുവെന്നും രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നു. KC വേണുഗോപാലും സമാനമായ രീതിയിലൊരു വിമർശനമാണ് ഉന്നയിച്ചത്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഖാർഗെ തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിക്കുകയും ഇതുകൂടാതെ തന്നെ KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രതിരോധ മന്ത്രിയുമായി ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സമയപരിമിതി, അല്ലെങ്കിൽ എന്തുകൊണ്ട് 3 ദിവസം മുമ്പ് മൻമോഹൻ സിംഗ് മരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇത്ര സമയം കിട്ടിയിട്ടും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കിയില്ല? ഇത് തീർത്തും മൻമോഹൻ സിംഗിനെ അപമാനിക്കുന്ന നടപടി എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ അടൽ ബിഹാരി വാജ്പേയിക്കും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥലം അനുവദിച്ചിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ വാദമെന്ന് പറയുന്നത് 2013 UPA കാലത്താണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. പക്ഷേ അടൽ ബിഹാരി വാജ്പേയി മരിച്ചപ്പോൾ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു നടപടി പിന്തുടർന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ ഈ ഒരു നിലപാടെന്നാണ് കോൺഗ്രസ് ചോദ്യം വെച്ചത്. മൻമോഹൻ സിംഗിനെ അപമാനിച്ചുവെന്നും ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുക. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.